Good morning, my dears. Today our next topic, that is material handling principles. അപ്പോൾ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് കളക്ഷൻ ഓഫ് റോ മെറ്റീരിയൽസ്, ദെൻ സെമി ഫിനിഷ്ഡ് ഗുഡ്സ്, അതുപോലെ തന്നെ ഫിനിഷ്ഡ് ഗുഡ്സ്, അതിൻ്റെയൊക്കെ കളക്ഷൻ, അതുപോലെ തന്നെ അതിൻ്റെ മൂവ്മെൻറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ശ്രദ്ധിക്കുന്ന ഒരു ഏരിയയാണ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ദെൻ നെക്സ്റ്റ് ടോപ്പിക് ഈസ്, അതിൽ തന്നെ നമ്മൾ വാട്ട് ആർ ദി മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് പഠിച്ചു. സ്റ്റെപ്സ് ഇൻ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്, വാട്ട് ആർ ദി റൂൾസ് റിലേറ്റഡ് ടു മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്, ഇത്രയും നമ്മൾ പഠിച്ചു കഴിഞ്ഞിരിക്കുന്ന ടോപ്പിക്കാണ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് പ്രിൻസിപ്പിൾസ്. നെക്സ്റ്റ് വൺ ഈസ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് പ്രിൻസിപ്പിൾസ്. മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്? മെറ്റീരിയൽ ഹാൻഡ്ലിങ്ങുമായി ബന്ധപ്പെട്ട ചില തത്വങ്ങൾ, ചില പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്നുള്ളതാണ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് പ്രിൻസിപ്പിൾസ്. ദറ്റ് ഈസ്, ഫസ്റ്റ് വൺ ഈസ് പ്ലാനിങ് പ്രിൻസിപ്പിൾ, ദെൻ നെക്സ്റ്റ് വൺ ഈസ് സ്റ്റാൻഡേർഡൈസേഷൻ പ്രിൻസിപ്പിൾസ്, വർക്ക് പ്രിൻസിപ്പിൾസ്, എർഗോണമിക് പ്രിൻസിപ്പിൾസ്, എക്കോളജി പ്രിൻസിപ്പിൾസ്, ഗ്രാവിറ്റി പ്രിൻസിപ്പിൾസ്, ദെൻ യൂണിറ്റ് ലോഡ് പ്രിൻസിപ്പിൾ, സ്പേസ് യൂട്ടിലൈസേഷൻ, സിസ്റ്റം പ്രിൻസിപ്പിൾസ്, ഓട്ടോമേഷൻ പ്രിൻസിപ്പിൾസ്, എൻവയൺമെൻറ്റൽ പ്രിൻസിപ്പിൾസ്, life cycle cost principles, computerization principles, maintenance principles, and flexibility principles. Then first one is planning principles. ഇതുമായി ബന്ധപ്പെട്ടാണ് first one is planning principles. First point is planning principle. ഈ പ്ലാനിങ് പ്രിൻസിപ്പിൾസിലെ, that is, first one is all material handling should be the result of deliberate plan. Non-planned movement of material should be avoided as far as possible. ഇനി നമ്മൾ പറഞ്ഞു, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, അതായത് മെറ്റീരിയൽ ഹാൻഡിൽ ചെയ്യുമ്പോൾ ചില ശ്രദ്ധിക്കേണ്ട ചില റൂൾസ് ഉണ്ട് എന്നുള്ളതൊക്കെ പറഞ്ഞു. എന്തൊക്കെയായിരുന്നു അതിൻ്റെ റൂൾസ്? അല്ലേ, മെറ്റീരിയൽ ഡാമേജ് വന്നിട്ടുണ്ടെങ്കിൽ അറിയിച്ചിരിക്കണം. അതേപോലെ തന്നെ വളരെ ശ്രദ്ധാപൂർവം, പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന ഗുഡ്സൊക്കെ ആണെങ്കിൽ നമ്മൾ ശ്രദ്ധാപൂർവം തന്നെ ഹാൻഡിൽ ചെയ്തിരിക്കണം. അതേപോലെ തന്നെ ഹാൻഡ് വിത്ത് കെയർ എന്നുള്ളത് പറഞ്ഞു. പിന്നെ വേസ്റ്റേജ് റിഡ്യൂസ്, അങ്ങനെ ഒരുപാട് റൂൾസുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതിൽ പ്ലാനിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുമ്പോൾ മെറ്റീരിയൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് പറയുന്നത് വളരെയധികം പ്ലാൻഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ആ പ്ലാനിങ് അനുസരിച്ച് തന്നെയാണ് നമ്മൾ മെറ്റീരിയൽസ് ഹാൻഡിൽ ചെയ്യേണ്ടത്. അതെങ്ങനെയാണ് അൺലോഡ് ചെയ്യേണ്ടത്, ഏതൊക്കെ മെറ്റീരിയൽ എക്യുപ്മെൻറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മളതിനെ അതിൻ്റെ മൂവ്മെൻറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ പ്ലാനിങ്ങിനനുസരിച്ച് തന്നെ ചെയ്യണം. പ്ലാനിങ് ഇല്ലാതെ നമുക്കിഷ്ടമുള്ള രീതിയിൽ അത് കൈകാര്യം ചെയ്യാമെന്നുണ്ടെങ്കിൽ അത് പൊട്ടിപ്പോവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ പ്ലാനിങ് പ്രിൻസിപ്പിൾസിൽ ഓൾ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ഷുഡ് ബി ദ റിസൾട്ട് ഓഫ് ഡെലിബറേറ്റ് പ്ലാൻ. നോൺ പ്ലാൻ മൂവ്മെൻറ്റ് ഓഫ് മെറ്റീരിയൽ ഷുഡ് ബി അവോയ്ഡഡ് ആസ് ഫാർ ആസ് പോസിബിൾ. കഴിയുന്നതും പ്ലാൻഡ് അല്ലാത്ത രീതിയിൽ വരുന്നുണ്ടെങ്കിൽ നമ്മളത് എന്ത് ചെയ്യണം, അത് ഒഴിവാക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഓൾ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ഷുഡ് ബി ദ റിസൾട്ട് ഓഫ് ഡെലിബറേറ്റ് പ്ലാൻ. നോൺ പ്ലാൻ മൂവ്മെൻറ്റ് ഓഫ് മെറ്റീരിയൽ ഷുഡ് ബി അവോയ്ഡഡ് ആസ് ഫാർ ആസ് പോസിബിൾ. ദെൻ സെക്കൻഡ് വൺ ഈസ് സ്റ്റാൻഡേർഡൈസേഷൻ പ്രിൻസിപ്പിൾസ്. Material handling equipment, controls, and software should be standardized. Ensure that performance objectives and flexibility in operations are not sacrificed while standardizing. Material handling equipment, controls, and software should be standardized. Ensure that performance objectives and flexibility in operation are not sacrificed while standardizing. ആദ്യം നമ്മളെല്ലാ കാര്യത്തിനും സ്റ്റാൻഡേർഡ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെയായിരിക്കണം നടക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ സ്റ്റാൻഡേർഡൈസ്ഡ് പ്രിൻസിപ്പിൾസ് ഉണ്ട്. മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെൻറ്റ്സ്, കൺട്രോൾസ് ആൻഡ് സോഫ്റ്റ്വെയർ ഷുഡ് ബി standardized. Otherwise, ensure the performance objectives and flexibility in operations are not sacrificed while standardizing. Then next one is work principle. അപ്പോൾ second one is standardized principle. Standardized principle. Next one is, third one is work principle. Work principle minimize material handling work without sacrificing productivity.
മിനിമൈസ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് വർക്ക് നമ്മളോട് ആദ്യമേ പറയാറുണ്ട്. മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് അതുമായി ബന്ധപ്പെട്ട വർക്കുകൾ മിനിമൈസ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ മിനിമൈസ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് വർക്ക് വിത്തൗട്ട് സാക്രിഫൈസിങ് പ്രൊഡക്ടിവിറ്റി. Then next one is ergonomic principles. Human capabilities and limitations must be taken into consideration while designing material handling tasks and equipments designed for efficiency and comfort in the work. അതായത് ergonomic principle, human capabilities and limitations must be taken. Ergonomic principles അതായത് ഇപ്പോൾ നമ്മൾ പ്ലാനിങ് പ്രിൻസിപ്പിൾസ് പറഞ്ഞു, സ്റ്റാൻഡേർഡൈസ് പ്രിൻസിപ്പിൾസ്, വർക്ക് പ്രിൻസിപ്പിൾസ്. ഫോർത്ത് വൺ ഈസ് ergonomic പ്രിൻസിപ്പിൾ. എർഗോണമിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് വാട്ട് ഈസ് മെൻ ബൈ എർഗോണമിക് എന്ന് പറയുന്നതാണ്. എർഗോണമിക് പ്രിൻസിപ്പിൾ, എർഗോണമിക് ഡിസൈൻഡ് ഫോർ എഫിഷ്യൻസി ആൻഡ് കംഫർട്ട് ഇൻ ദ വർക്കിംഗ് എൻവയൺമെൻറ്റ്, റിലേഷൻഷിപ്പ് ഓഫ് ദ ലിവിങ് തിങ്സ് ടു ദെയർ എൻവയൺമെൻറ്റ്. അതായത് ശരിക്കും എല്ലാ ഏരിയാസും കൺസിഡർ ചെയ്തുകൊണ്ടായിരിക്കണം. അതായത് വർക്കിംഗ് ഡിസൈൻ ഫോർ ഇഫക്റ്റീവ് ആൻഡ് കംഫർട്ട് ഇൻ ദ വർക്കിംഗ് എൻവയൺമെൻറ്റ്, റിലേഷൻഷിപ്പ് ഓഫ് ലിവിങ് തിങ്സ് ടു ദെയർ എൻവയൺമെൻറ്റ്. അതായത് അവർ എൻവയൺമെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങളിലുള്ള ശ്രദ്ധ. അതായത് അവിടെ ഉദ്ദേശിക്കുന്നത് എത്രയേ ഉള്ളൂ, ഹ്യൂമൻ ക്യാപ്പബിലിറ്റീസ് ആൻഡ് ലിമിറ്റേഷൻ മസ്റ്റ് ബി ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ വൈൽ ഡിസൈനിങ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ടാസ്ക് ആൻഡ് എക്യുപ്മെൻറ്റ്സ്. ഇവിടെ എത്രയേ ഉള്ളൂ, ഒരു നമ്മൾ ആദ്യമേ പറഞ്ഞല്ലോ, ഒരു നോംസിൽ നമ്മൾ പറയുന്നുണ്ട്, ഇൻ്റർനാഷണൽ നോംസിലെ ഒരു യൂണിറ്റ് ഹാൻഡ്ലിംഗ്, അത് ഹാൻഡിൽ ചെയ്യുമ്പോൾ ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്കൊരു 40 kilograms മാത്രമേ ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കുള്ളൂ. അതല്ല അതിൽ കൂടുതൽ വെയിറ്റ് വരികയെന്നുണ്ടെങ്കിൽ 40 and above വെയിറ്റ് വരുന്നുണ്ടെങ്കിൽ അത് ആരെ കൂടെ 2 പേരെങ്കിലും ഉണ്ടായിരിക്കണം. അതല്ലെങ്കിൽ പിന്നെ മറ്റേതെങ്കിലും മെക്കാനിക്കൽ ഡിവൈസസ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഹാൻഡ്ലിംഗ് പ്രോസസ്സിലേക്ക് അത് പോകണം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് എർഗോണമിക് പ്രിൻസിപ്പിൾസിൽ ഹ്യൂമൻ ക്യാപ്പബിലിറ്റീസ് ആൻഡ് ലിമിറ്റേഷൻസ് മസ്റ്റ് ബി ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ വൈൽ ഡിസൈനിങ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ടാസ്ക് ആൻഡ് എക്യുപ്മെൻറ്റ്സ്. നെക്സ്റ്റ് വൺ ഈസ് ഇക്കോളജി പ്രിൻസിപ്പിൾസ്. It encourages minimum impact upon the environment during material handling. Then അവിടെ ഇക്കോളജി, അതായത് ഇക്കോളജിയുമായി ബന്ധപ്പെട്ടുള്ളത്, എൻവയൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടത്. ഇറ്റ് എൻകറേജസ് മിനിമം ഇമ്പാക്റ്റ് അപ്പോൺ ദ എൻവയൺമെൻറ്റ് ഡ്യൂറിങ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്. ഇക്കോളജി പ്രിൻസിപ്പിൾസ്. Ecology principles. Then sixth point is that is a gravity principles. Gravity principles encourage usage of gravity principle in movement of goods. അതായത് എൻകറേജ് യൂസേജ് ഓഫ് ഗ്രാവിറ്റി പ്രിൻസിപ്പിൾസ്, അതായത് ഗുരുത്വാകർഷണവുമായി ബന്ധപ്പെട്ട് എൻകറേജസ് യൂസേജ് ഓഫ് ഗ്രാവിറ്റി പ്രിൻസിപ്പിൾ ഇൻ മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ്. സാധനങ്ങൾ നമ്മൾ കയറ്റുമ്പോഴോ അയക്കുമ്പോഴോ ഒക്കെ നമുക്കതിൻ്റെ ഒരു ഗ്രാവിറ്റി ഉണ്ടല്ലോ, അതുകൂടെ കൺസിഡർ ചെയ്തിരിക്കണം. ഗ്രാവിറ്റി പ്രിൻസിപ്പിൾസ്. Gravity principles. Then seventh point is, the next point is unit load. That is, the unit load should be properly determined so that it accommodate all materials and material handling becomes easier. അതായത് യൂണിറ്റ് ലോഡ് എന്ന് പറയുന്നത്, the unit load should be properly determined. എത്രമാത്രം ലോഡ് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. ദ യൂണിറ്റ് ലോഡ് ഷുഡ് ബി പ്രോപ്പർലി ഡിറ്റർമിൻ സോ ദാറ്റ് ഇറ്റ് അക്കോമഡേറ്റ് ഓൾ മെറ്റീരിയൽസ് ആൻഡ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ബിക്കം ഈസിയർ. നെക്സ്റ്റ് വൺ ഈസ് സ്പേസ് യൂട്ടിലൈസേഷൻ പ്രിൻസിപ്പിൾസ്. സ്പേസ് യൂട്ടിലൈസേഷനിൽ ദർ ഷുഡ് ബി ഇഫക്റ്റീവ് ആൻഡ് എഫിഷ്യൻറ്റ് യൂസ് ഓഫ് ഓൾ അവൈലബിൾ സ്പേസ്. അത് പ്രിൻസിപ്പിൾസ് എന്ന് പറയുമ്പോൾ ചില തത്വങ്ങൾ എൻവയൺമെൻറ്റുമായിട്ട് റിലേറ്റഡ് ആയിരിക്കണം. എക്കോളജിക്കൽ, ഹ്യൂമൻ പവർ, അവർ മാൻ പവർ എത്രമാത്രം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കും അത് നോക്കിയിരിക്കണം. അതേപോലെ തന്നെ പ്ലാനിങ് പ്രിൻസിപ്പിൾ ഉണ്ട്, മുൻകൂട്ടി തീരുമാനിച്ച പോലെ തന്നെയാണ് അത് നടക്കേണ്ടത് എന്ന് പറയുന്നുണ്ട്. സ്റ്റാൻഡേർഡൈസേഷൻ പ്രിൻസിപ്പിൾ എന്നുണ്ട്, അത് പ്രീ ഡിറ്റർമിൻ പ്രിൻസിപ്പിളാണ് സ്റ്റാൻഡേർഡൈസ്ഡ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. വർക്ക് പ്രിൻസിപ്പിൾ, ഗ്രാവിറ്റി പ്രിൻസിപ്പിൾ, യൂണിറ്റ് ലോഡ്. ദ യൂണിറ്റ് ലോഡ് should be properly determined so that it accommodate all materials and material handling become easier. ഒരു യൂണിറ്റ്, അതായത് എത്രമാത്രം യൂണിറ്റ് ലോഡ് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളത് കൺസിഡർ ചെയ്തിരിക്കണം. പിന്നെ അതുപോലെ തന്നെ സ്പേസ് യൂട്ടിലൈസേഷൻ ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് സ്പേസ് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണത്. സ്പേസ് യൂട്ടിലൈസേഷൻ
സ്പേസ് യൂട്ടിലൈസേഷൻ ഇഫക്റ്റീവായിട്ടുള്ള രീതിയിൽ ആ സ്പേസ് യൂട്ടിലൈസ് ചെയ്തിരിക്കണം എന്നുള്ളതാണ് സ്പേസ് യൂട്ടിലൈസേഷൻ. ദെൻ നെക്സ്റ്റ് വൺ ഈസ് സിസ്റ്റം പ്രിൻസിപ്പിൾസ്. സിസ്റ്റം പ്രിൻസിപ്പിൾ System principles that is for smooth flow of materials in the warehouse, materials handling and storage should be fully integrated. Therefore, smooth flow of materials വളരെ സുഖകരമായിട്ടുള്ള മെറ്റീരിയൽസ് ഫ്ലോയിന് വേണ്ടിയിട്ട് ഫോർ സ്മൂത്ത് ഫ്ലോ ഓഫ് മെറ്റീരിയൽസ് ഇൻ ദ വെയർഹൗസ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ആൻഡ് സ്റ്റോറേജ് ഷുഡ് ബി ഫുള്ളി ഇൻറ്റഗ്രേറ്റഡ്. അതെല്ലാം കൂടെ ഒരു സിസ്റ്റം അപ്രോച്ച് ഉണ്ടായിരിക്കണം, അതായത് സിസ്റ്റം പ്രിൻസിപ്പിൾ ഉണ്ടായിരിക്കണം, ഒരു ഇൻറ്റഗ്രേറ്റഡ് ആയിരിക്കണം എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഓട്ടോമേഷൻ പ്രിൻസിപ്പിൾസ് ആണ്. ഓട്ടോമേഷൻ പ്രിൻസിപ്പിൾസിലെ material handling operations should be mechanized and or automated where feasible in order to improve operational efficiency. This will reduce potentially unsafe manual labor operations. Then material handling operations should be mechanized and automated where feasible in order to improve operational efficiency. This will reduce potentially unsafe and manual labor operation. അതായത് ഓട്ടോമേറ്റഡ് പ്രിൻസിപ്പിൾസ് ആണ്. മെക്കാനിക്കൽ ഡിവൈസസ് ഉപയോഗിച്ചുകൊണ്ടുള്ള മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ഓട്ടോമേറ്റഡ് പ്രിൻസിപ്പിൾ. ഓട്ടോമേറ്റഡ് പ്രിൻസിപ്പിളാണ്. ഓട്ടോമേറ്റഡ് പ്രിൻസിപ്പിൾസിലെ that is material handling operations should be mechanized and or automated where feasible in order to improve operational efficiency. This will reduce potentially unsafe manual labor expenses or operations. Then environmental principles. Environmental impact and energy consumption such as petrol, diesel should be considered as criteria while designing or selecting material handling system. Environmental principles consider ചെയ്തിരിക്കണം. Environmental principle. എൻവയൺമെൻറ്റൽ പ്രിൻസിപ്പിൾസിൽ ശ്രദ്ധിക്കേണ്ട പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ ദറ്റ് ഈസ് എൻവയൺമെൻറ്റൽ പ്രിൻസിപ്പിൾസ് that is environmental impact and energy consumption such as petrol, diesel should be considered as a criteria. പെട്രോളിൻ്റെയും അതുപോലെ തന്നെ ഡീസലിൻ്റെയും ഒക്കെ ഉപയോഗം പെട്രോൾ ഡീസൽ ഷുഡ് ബി കൺസിഡേർഡ് ആസ് ക്രൈറ്റീരിയ വെൻ ഡിസൈനിങ് ഓർ സെലക്ടിങ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് സിസ്റ്റം. Then next point is life cycle cost principles. It is not only the initial cost but the cost of equipment throughout the entire life cycle should be considered before selecting it. Life cycle cost principles consider ചെയ്യണം. ലൈഫ് സൈക്കിൾ കോസ്റ്റ് പ്രിൻസിപ്പിൾ എന്താണ് ലൈഫ് സൈക്കിൾ കോസ്റ്റ് പ്രിൻസിപ്പിൾസ് എന്നുള്ളതാണ്. ലൈഫ് സൈക്കിൾ കോസ്റ്റ് പ്രിൻസിപ്പിൾസിൽ ഇറ്റ് ഈസ് നോട്ട് ഓൺലി ദ ഇനീഷ്യൽ കോസ്റ്റ്, അതായത് നമ്മളത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്തുള്ള കോസ്റ്റ് മാത്രം കൺസിഡർ ചെയ്താൽ പോരാ. ദറ്റ് ഈസ് ഇറ്റ് ഈസ് നോട്ട് ഓൺലി ദ ഇനീഷ്യൽ കോസ്റ്റ് ഓഫ് ദ കോസ്റ്റ് ഓഫ് എക്യുപ്മെൻറ്റ് ത്രൂ ഔട്ട് ഇറ്റ്സ് എൻറ്റയർ ലൈഫ് സൈക്കിൾ ഷുഡ് ബി കൺസിഡേർഡ് ബിഫോർ സെലക്ടിങ് ഇറ്റ്. അതായത് ഒരു മെഷീൻ എക്യുപ്മെൻറ്റ്സ് ഇപ്പോൾ ക്രെയിൻ പോലെയുള്ളതുണ്ടാവാം, അതൊക്കെ ഒരു സാധനങ്ങൾ ഇങ്ങനെ എടുത്ത് ബൾക്കായിട്ട് എടുത്തിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുവയ്ക്കുന്ന രീതിയിലുള്ള മെക്കാനിക്കൽ ഡിവൈസസ് അല്ലെങ്കിൽ എക്യുപ്മെൻറ്റ്സ് ആണ് അതൊക്കെ. അപ്പോൾ അതിനൊക്കെ വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് വളരെയധികം കോസ്റ്റ് ആയിരിക്കും. അപ്പോൾ അത് ഇനീഷ്യൽ കോസ്റ്റ് എത്ര വരും എന്നുള്ളത് നോക്കുക, അത് മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ പോരാ. അങ്ങനെയാണെങ്കിൽ ആ ഒരു മെഷീൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ എത്ര വർഷം ഉണ്ടായിരിക്കും അത് ഉപയോഗിക്കാനായിട്ട് നമുക്ക് സാധിക്കാം. അതിൻ്റെ ലൈഫ് സൈക്കിൾ ഏത് വരെയുണ്ട്. നമുക്കിപ്പോൾ ഒരു മെഷീൻ വാങ്ങിക്കുന്നത് 10 വർഷം വരെ നമുക്ക് ആ മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സാധനങ്ങൾ കയറ്റാനോ ഇറക്കാനോ നീക്കി വയ്ക്കാനോ ഒക്കെ സാധിക്കുമോ എന്നുള്ളത് നോക്കണം. അത് നമുക്ക് അഫോർഡബിൾ ആണോ എന്നുള്ളത് നോക്കണം, എക്കണോമിക്കലാണോ എന്നുള്ളത് കൺസിഡർ ചെയ്യണം. അവിടെയാണ് നമ്മളോട് പറയുന്നത് ലൈഫ് സൈക്കിൾ കോസ്റ്റ് പ്രിൻസിപ്പിൾസ്. ഒരു അതിൻ്റെ ലൈഫ് സൈക്കിൾ ആ പീരീഡ് മുഴുവൻ ഉണ്ടാക്കാവുന്ന കോസ്റ്റുകൾ കൂടെ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് കമ്പ്യൂട്ടറൈസേഷൻ പ്രിൻസിപ്പിൾസ് ആണ്. കമ്പ്യൂട്ടറൈസേഷൻ പ്രിൻസിപ്പിൾസിലെ കൺസിഡർ കമ്പ്യൂട്ടറൈസേഷൻ in all possible areas to reduce cost and increase speed. അവിടെ കൺസിഡർ കമ്പ്യൂട്ടറൈസേഷൻ പ്രിൻസിപ്പിൾ കൺസിഡർ ചെയ്തിരിക്കണം. കൺസിഡർ കമ്പ്യൂട്ടറൈസേഷൻ ഇൻ ഓൾ പോസിബിൾ ഏരിയാസ്.
ആൻഡ് റെഡ്യൂസ് ദ കോസ്റ്റ് ആൻഡ് ഇൻക്രീസ് സ്പീഡ്. കോസ്റ്റ് റിഡ്യൂസ് ചെയ്യുകയും അതുപോലെ തന്നെ സ്പീഡ് ഇൻക്രീസ് ചെയ്യാനുള്ള കമ്പ്യൂട്ടറൈസേഷൻ പ്രിൻസിപ്പിൾസ് കൺസിഡർ ചെയ്തിരിക്കണം. ദെൻ നെക്സ്റ്റ് വൺ ഈസ് മെയിൻ്റനൻസ് പ്രിൻസിപ്പിൾസ്. യൂസ് പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് ഓഫ് എക്യുപ്മെൻറ്റ്. അതായത് എക്യുപ്മെൻറ്റ് എപ്പോഴെപ്പോഴും മെയിൻ്റനൻസ് വരുന്നത് തടയാനുള്ള ചില മെയിൻ്റനൻസ് പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്തിരിക്കണം. മെയിൻ്റനൻസ് പ്രിൻസിപ്പിൾസ്. മെയിൻ്റനൻസ് പ്രിൻസിപ്പിൾ. അപ്പോൾ യൂസ് അവിടെ പറയുന്ന പോയിൻ്റ്, യൂസ് പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് ഓഫ് എക്യുപ്മെൻറ്റ്. മെയിൻ്റനൻസ് കുറയ്ക്കുന്ന രീതിയിൽ നമ്മൾ മുൻപ് തന്നെ നമ്മൾ പറയില്ല, അസുഖം വരുന്നതിനേക്കാളും വന്ന് ട്രീറ്റ് ചെയ്യുന്നതിനേക്കാളും നല്ലത് അസുഖം വരാതെ ശ്രദ്ധിക്കുന്നതാണ് എന്ന് പറയുന്ന പോലെ തന്നെ ഇവിടെ എന്ത് പറയുന്നു, എക്യുപ്മെൻറ്റ്സ് കേടുവന്ന് ശരിയാക്കുന്നതിനേക്കാളും നല്ല അത് പ്രിവെൻറ്റീവ് മെഷേഴ്സ് ഉപയോഗിക്കുക. മെഷീനറീസൊക്കെ കേടുവരാതെ രീതിയിൽ സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ഏർപ്പെടുത്തുക. ഫ്ലെക്സിബിലിറ്റി പ്രിൻസിപ്പിൾസ്. യൂസ് ദോസ് മെത്തേഡ്സ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് വിച്ച് ആർ പോസിബിൾ ടു ബി യൂട്ടിലൈസ്ഡ് ഇൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കണ്ടീഷൻ. Use those methods and equipments which are possible to be utilized in different types of condition. പല സിറ്റുവേഷൻസിലും നമുക്കിത് എങ്ങനെയായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുക എന്ന് പറയുന്ന ഫ്ലെക്സിബിലിറ്റി പ്രിൻസിപ്പിൾസ്. അപ്പോൾ ഒരു 10 പോയിൻറ്റോളം നമ്മളിവിടെ 13 പോയിൻറ്റോളം എഴുതിയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്, പ്ലാനിംഗ് പ്രിൻസിപ്പിൾസ്, സ്റ്റാൻഡേർഡൈസേഷൻ പ്രിൻസിപ്പിൾസ്, വർക്ക് പ്രിൻസിപ്പിൾ, എക്കോളജിക്കൽ പ്രിൻസിപ്പിൾസ്, എർഗോണമിക് പ്രിൻസിപ്പിൾസ്, ഗ്രാവിറ്റി പ്രിൻസിപ്പിൾസ്, യൂണിറ്റ് ലോഡ്, സ്പേസ് യൂട്ടിലൈസേഷൻ പ്രിൻസിപ്പിൾസ്, ഓട്ടോമേഷൻ പ്രിൻസിപ്പിൾസ്, സിസ്റ്റം പ്രിൻസിപ്പിൾസ്, എൻവയൺമെൻറ്റൽ പ്രിൻസിപ്പിൾ, ലൈഫ് സൈക്കിൾ, കോസ്റ്റ് പ്രിൻസിപ്പിൾ, മെയിൻ്റനൻസ് പ്രിൻസിപ്പിൾസ്, കമ്പ്യൂട്ടറൈസേഷൻ പ്രിൻസിപ്പിൾസ്, ഫ്ലെക്സിബിലിറ്റി പ്രിൻസിപ്പിൾസ് എക്സെട്ര. അപ്പോൾ അതായത് ഇതാണ് മെറ്റീരിയൽ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില പ്രിൻസിപ്പിൾസിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ ഇതോടുകൂടെ നമുക്ക് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എന്ന് പറയുന്ന ടോപ്പിക്ക് കംപ്ലീറ്റ് ആവാണ്. അപ്പോൾ എന്താണ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എന്ന് പറയുമ്പോൾ, മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ഈസ് കൺസേൺഡ് വിത്ത് സോൾവിങ് ദ പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ഇൻവോൾവിങ് ദ മൂവ്മെൻറ്റ്, സ്റ്റോറേജ്, കൺട്രോൾ ആൻഡ് protection of raw materials, work in progress and finished goods throughout the process of manufacturing and distribution. The material can be moved either manually or mechanically. For this purpose, different types of material handling equipments are used. That is material handling process. The next one is, what are the main objectives of material handling? ഒരു എസ് എ ക്വസ്റ്റ്യനൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാനായിട്ട് കഴിയണം കേട്ടോ. എന്താണ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്? വാട്ട് ആർ ദി മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്? ഒബ്ജക്റ്റീവ്സ് ഓഫ് മെറ്റീരിയൽ, കോസ്റ്റ് റിഡക്ഷൻ പഠിച്ചിട്ടുള്ള പോയിൻ്റാണ്. റിഡ്യൂസ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ, ദെൻ റിഡ്യൂസ് കോസ്റ്റ് ഓഫ് ഇൻവെൻ്ററി, ദെൻ ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി, റിഡ്യൂസ് വേസ്റ്റേജ് ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ഇൻക്രീസ് ഓർ ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് ദ പ്രോഡക്റ്റ്. ദെൻ നെക്സ്റ്റ് പഠിച്ചിട്ടുള്ളത് നമ്മൾ വാട്ട് ആർ ദി ഡിഫറെൻറ്റ് സ്റ്റേജസ് ഇൻ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എന്നുള്ളതാണ്. മെറ്റീരിയൽ ഹാൻഡ്ലിങ്ങിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജ്. അപ്പോൾ ഇതൊരു എസ് എ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ അതെല്ലാം കൂടെ ഉൾപ്പെടുത്തുന്നത്. എന്താണ് ഡിഫറെൻറ്റ് സ്റ്റേജസ്? അൺലോഡിങ്, മൂവ്മെൻറ്റ് ടു സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ്, ദെൻ സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് ടു ഫ്ലോർ ഡിപ്പാർട്ട്മെൻറ്റ്, then again floor department to stores department, and stores to finished goods from stores department to transporters, and last one is transporting to dealers or customers. ഇത്രയാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് സ്റ്റേജസ് എന്ന് പറയുന്നത്. കൊണ്ടുവരിക, അത് ഇറക്കി വെച്ച് സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാറ്റുക, അതിനുശേഷം അത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാറ്റുക, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം വീണ്ടും അത് സ്റ്റോർ ചെയ്യുന്ന സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാറ്റുക, ദെൻ അത് ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് ഹാൻഡിൽ ചെയ്യുക, ദെൻ ട്രാൻസ്പോർട്ടേഴ്സിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ വീണ്ടും അതെന്ത് ചെയ്യാം, അത് നമ്മൾ കസ്റ്റമേഴ്സിൻ്റെയോ ഡീലേഴ്സിൻ്റെയോ അടുത്ത് എത്തിക്കുന്നത് വരെയുള്ള വളരെ ശ്രദ്ധാപൂർവമുള്ള സ്റ്റെപ്സിലൂടെയാണ് ഇത് കടന്നു പോകുന്ന മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് സ്റ്റേജസ് എന്ന് പറയുന്നത്. ഇത്രയും ഏരിയാസിൽ നമ്മൾ മെറ്റീരിയൽസ് ഹാൻഡിൽ ചെയ്യേണ്ടതുണ്ട്. ഈ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് റോ മെറ്റീരിയൽസ് ആവാം, സെമി ഫിനിഷ്ഡ് ഗുഡ്സ് ആയിരിക്കാം, അതേസമയം അതെന്താവാം, ഫിനിഷ്ഡ് ഗുഡ്സും ആയിരിക്കാം. നെക്സ്റ്റ് വൺ പറയുന്നത് വാട്ട് ആർ ദി റൂൾസ് ടു ബി കൺസിഡേർഡ് വൈൽ മെറ്റീരിയൽ. നമ്മളത് പഠിച്ചിട്ടുണ്ട്. ഡാമേജ് ഉണ്ടെങ്കിൽ അറിയിക്കണം, ഇഫക്റ്റീവായിട്ടുള്ള സ്പേസ് യൂട്ടിലൈസ് ചെയ്യണം, മിനിമൈസ് ദ മൂവ്മെൻറ്റ് ഓഫ് മെറ്റീരിയൽ, ഹാൻഡിൽ ബ്രേക്കബിൾ മെറ്റീരിയൽ വിത്ത് കെയർ, എലിമിനേറ്റ് വേസ്റ്റ്ഫുൾ handling, make handling distance as short as possible, take a precaution and use mechanical equipments, and store the materials at a place free from sun and rain, and use right method and handling material equipment.
അത്രയാണ് നമ്മളിവിടെ റൂൾസ് ടു ബി ഒബ്സർവ്ഡ് വൈൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെൻറ്റ്സ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് നമ്മൾ പഠിച്ചത് വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്. ഏതൊക്കെ തരത്തിലാണ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് വരിക? ദാറ്റ് ഈസ് യൂണിറ്റ് ഹാൻഡ്ലിംഗ്, ബൾക്ക് ഹാൻഡ്ലിംഗ്, കരിയർ ഹാൻഡ്ലിംഗ്, പാക്കേജ് ഹാൻഡ്ലിംഗ്, വെയർഹൗസിംഗ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് പ്രിൻസിപ്പിൾസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്? പ്ലാനിംഗ് പ്രിൻസിപ്പിൾസ്, സ്റ്റാൻഡേർഡൈസേഷൻ പ്രിൻസിപ്പിൾസ്, വർക്കിംഗ് പ്രിൻസിപ്പിൾസ്, എർഗോണമിക് പ്രിൻസിപ്പിൾസ്, എക്കോളജിക്കൽ പ്രിൻസിപ്പിൾസ്, ഗ്രാവിറ്റി പ്രിൻസിപ്പിൾസ്, യൂണിറ്റ് വാല്യൂ യൂണിറ്റ് ലോഡ് പ്രിൻസിപ്പിൾസ്, സ്പേസ് യൂട്ടിലൈസേഷൻ, ദെൻ എൻവയൺമെൻറ്റൽ പ്രിൻസിപ്പിൾസ്, ലൈഫ് സൈക്കിൾ പ്രിൻസിപ്പിൾസ് ആൻഡ് മെയിൻ്റനൻസ് പ്രിൻസിപ്പിൾസ്. ഇത്രയും പ്രിൻസിപ്പിൾസ് കൂടെ കൺസിഡർ ചെയ്തിരിക്കണം. അപ്പോൾ ഇത്രയും കഴിഞ്ഞാൽ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെൻറ്റ്സ് ആണ് നമുക്ക് അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. അതിന് തൊട്ട് മുൻപായിട്ട് എന്താണ് മെറ്റീരിയൽ റിക്വയർമെൻറ്റ് പ്ലാനിങ്, MRP എന്ന് പറഞ്ഞാൽ അതെന്താണെന്ന് മനസ്സിലാവണം. നെക്സ്റ്റ് വൺ ഈസ് മെറ്റീരിയൽ റിക്വയർമെൻറ്റ് പ്ലാനിങ്. മെറ്റീരിയൽ റിക്വയർമെൻറ്റ് പേരിൽ തന്നെ ഉണ്ട് അല്ലേ, അതിൻ്റെ മീനിങ് മെറ്റീരിയൽ റിക്വയർമെൻറ്റ്. എത്രമാത്രം മെറ്റീരിയൽസ് നമുക്ക് ആവശ്യമുണ്ട് എന്ന് പറയുന്നത് തന്നെയാണ് മെറ്റീരിയൽ റിക്വയർമെൻറ്റ് പ്ലാനിങ്. അതൊരു ഇഫക്റ്റീവായിട്ടുള്ളൊരു ടൂളാണ്. കാരണം ഫേമിനെ സംബന്ധിച്ചിടത്തോളം വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള രീതിയിൽ അത് പ്ലാൻ ചെയ്യേണ്ടതുണ്ട്. മെറ്റീരിയൽ റിക്വയർമെൻറ്റ് പ്ലാനിങ് ഓർ MRP. റീറ്റെയിൽ പ്രൈസ് അല്ല കേട്ടോ. ദെൻ അവിടെ മാർക്കറ്റ് റീറ്റെയിൽ പ്രൈസ് ആണ് MRP എന്ന് പറയാറുണ്ട്. പക്ഷേ MRP ഇവിടെ ഉദ്ദേശിക്കുന്നത് മെറ്റീരിയൽ റിക്വയർമെൻറ്റ് പ്ലാനിങ് എന്നുള്ളതാണ്. MRP ഈസ് എ മെറ്റീരിയൽ കൺട്രോൾ സിസ്റ്റം ദാറ്റ് ട്രൈസ് ടു കീപ് ആഡ്ക്വേറ്റ് ഇൻവെൻ്ററി ലെവൽസ് ടു അഷ്വർ ദാറ്റ് റിക്വയർഡ് മെറ്റീരിയൽസ് ആർ അവൈലബിൾ ആസ് ആൻഡ് വെൻ നീഡഡ്. നമുക്ക് എത്രമാത്രം മെറ്റീരിയൽസ് ആവശ്യമുണ്ട് എന്ന് പ്ലാൻ ചെയ്യുന്നൊരു പ്രോസസ്സിനെയാണ് മെറ്റീരിയൽ റിക്വയർമെൻറ്റ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഒന്നുകൂടെ സെൻറ്റൻസ് വായിക്കാം. Material requirement planning is a material control system. Is a material controlling system. Material controlling system that tries to keep the material requirement planning എന്ന് പറയുന്നത് it is a material control system. നമ്മൾ പറയുന്നുണ്ട് വേസ്റ്റേജ് റെഡ്യൂസ് ചെയ്യണം, ഇൻവെൻട്രി കോസ്റ്റ് നമുക്ക് എന്താ പറയുക പ്രോപ്പറായിട്ടുള്ള ശരിയായിട്ടുള്ള ഇൻവെൻട്രി മാത്രമേ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. ബൾക്കായിട്ട് നമുക്ക് ഇൻവെൻട്രീസ് കൊണ്ടുവന്നു കഴിഞ്ഞാലും അത് ബിസിനസ്സിനെ അഡ്വേഴ്സായിട്ട് എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഇൻവെൻട്രി കൂടാനോ കുറയാനോ ഒന്നും പാടില്ല എന്ന് പറയുന്നുണ്ട്. അവിടെ ആഡ്വക്കേറ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഇൻവെൻട്രീസ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഇവിടെ MRP ഈസ് എ മെറ്റീരിയൽ കൺട്രോൾ സിസ്റ്റം ദാറ്റ് ട്രൈസ് ടു കീപ് ആഡ്വക്കേറ്റ് ഇൻവെൻട്രി ലെവൽ to assure that required materials are available as and when needed. നമുക്ക് എത്രമാത്രം ആവശ്യമുണ്ടോ അതിനനുസരിച്ചായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മെറ്റീരിയൽസ് ഇറക്കേണ്ടതും അതുപോലെ തന്നെ കൊടുക്കേണ്ടത്. അപ്പോൾ MRP എന്ന് പറയുന്നത് MRP is a material control system that tries to keep adequate inventory level, that tries to keep adequate inventory levels to assure that required materials are available as and when needed. Material requirement planning is a simple system of calculating arithmetically the requirement of the input materials at different points of the time based on actual production plan. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ, മെറ്റീരിയൽ റിക്വയർമെൻറ്റ് പ്ലാനിങ് ഈസ് എ സിമ്പിൾ സിസ്റ്റം ഓഫ് കാൽക്കുലേറ്റിംഗ് അരിത്തമെറ്റിക്കലി ദ റിക്വയർമെൻറ്റ് ഓഫ് ദ ഇൻപുട്ട്. എത്രമാത്രം ഇൻപുട്ട് നമുക്ക് ആവശ്യമുണ്ട് എന്ന് അരിത്തമെറ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് റോ മെറ്റീരിയൽസ് നമുക്കൊരു 1000 യൂണിറ്റ് കൂടെ നമുക്ക് ആവശ്യമുണ്ട് എന്നൊക്കെ നമ്മൾ വളരെ കൃത്യമായിട്ട് കണക്കാക്കുന്നൊരു പ്രോസസ്സാണത്. അവിടെ പറയുന്നത് മെറ്റീരിയൽസ് റിക്വയർമെൻറ്റ് പ്ലാനിങ് ഈസ് എ സിമ്പിൾ സിസ്റ്റം ഓഫ് കാൽക്കുലേറ്റിംഗ് അരിത്തമെറ്റിക്കലി ദ റിക്വയർമെൻറ്റ് ഓഫ് ദ ഇൻപുട്ട് മെറ്റീരിയൽസ് അറ്റ് ഡിഫറെൻറ്റ് പോയിൻ്റ് ഓഫ് ദ ടൈം ബേസ്ഡ് ഓൺ ദ ആക്ച്വൽ പ്രൊഡക്ഷൻ പ്ലാൻ. ശരിയായിട്ടുള്ള പ്രൊഡക്ഷൻ പ്ലാനിങ്ങിനനുസരിച്ച് തന്നെ നമ്മൾ നോക്കുകയാണ്, ശരിയായിട്ടുള്ള പ്രൊഡക്ഷൻ പ്ലാനിങ്ങിനനുസരിച്ച് തന്നെ പ്ലാൻ ചെയ്യുകയാണ് ചെയ്യുക. എത്രമാത്രം യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതുണ്ട്, അതിന് എത്രമാത്രം റോ മെറ്റീരിയൽസ് ആവശ്യമുണ്ട്. കണ്ടോ, അവിടെയാണ് നമ്മൾ പറയുന്നത് ഇറ്റ് ഈസ് ആൻ അരിത്തമെറ്റിക്കൽ പ്ലാനിങ് എന്ന് പറയുന്നത്. കാൽക്കുലേറ്റിംഗ് അരിത്തമെറ്റിക്കലി ദ റിക്വയർമെൻറ്റ് ഓഫ് ദ ഇൻപുട്ട് മെറ്റീരിയൽസ് അറ്റ് ഡിസൈഡ് പോയിൻ്റ് ഓഫ് ടൈം ബേസ്ഡ് ഓൺ ആക്ച്വൽ പ്രൊഡക്ഷൻ പ്ലാൻ. ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് planning and scheduling system to meet
time-phased material requirement for production operation. Material requirement planning always tries to meet the delivery schedule of end product as specified in the master production schedule. ഒരു മാസ്റ്റർ പ്രൊഡക്ഷൻ നമ്മൾ ഒരു സ്ഥാപനത്തിൽ എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം അതൊക്കെ നമുക്ക് തീരുമാനിക്കണമെങ്കിൽ നമുക്കൊരു മെറ്റീരിയൽ റിക്വയർമെൻറ്റ് പ്ലാൻ ഉണ്ടായിരിക്കും. നിങ്ങൾ കോസ്റ്റ് അക്കൗണ്ടിംഗ് ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ മുൻപ് പഠിച്ചിട്ടുണ്ട് മെറ്റീരിയൽ റിക്വയർമെൻറ്റ് എങ്ങനെയാണ് നമുക്ക് പർച്ചേസ് റിക്വസിഷൻ തയ്യാറാക്കുക. അതേപോലെ തന്നെ റോ മെറ്റീരിയൽസ് എത്ര യൂണിറ്റാണ് നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടത്, റീഓർഡർ ലെവൽ, റീഓർഡർ ക്വാണ്ടിറ്റി, മാക്സിമം ലെവൽ ഓഫ് ഇൻവെൻറ്ററി, മിനിമം ലെവൽ ഓഫ് ഇൻവെൻറ്ററി എന്നൊക്കെ പറയുന്ന ഡിഫറെൻറ്റ് സ്റ്റോക്ക് ലെവൽസിനെ കുറിച്ച് മെറ്റീരിയൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അതുപോലെ ബിൻ കാർഡുകൾ അത് സൂക്ഷിച്ച് വയ്ക്കുക, സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് അതിനെക്കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്, എത്രമാത്രം നമുക്ക് വീണ്ടും ഓർഡർ ചെയ്യാനുള്ള റീഓർഡർ ലെവലായിട്ടുണ്ടോ, എത്ര യൂണിറ്റ് നമ്മൾ പർച്ചേസ് ചെയ്യേണ്ട, പർച്ചേസ് ഓർഡർ ക്വാണ്ടിറ്റി എത്രയായിരിക്കും എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു അരിത്തമെറ്റിക്കൽ കാൽക്കുലേഷൻ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, മെറ്റീരിയൽ റിക്വയർമെൻറ്റ് പ്ലാനിങ് എന്ന് പറയുന്നത്. മുൻ കാലഘട്ടങ്ങളിലൊക്കെ അതൊരു നമ്മൾ സാധാരണ രീതിയിലുള്ള ടെക്നിക്സ് ഒക്കെ ആണെങ്കിൽ ഇന്ന് അത് കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് വളരെ വ്യക്തമായിട്ട് പ്ലാൻ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ വളരെ വ്യക്തമായിട്ട് പ്ലാൻ ചെയ്യുമ്പോൾ ഓവർ ക്യാപിറ്റലൈസേഷൻ റിഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. നമ്മൾ ബിസിനസ് ഒക്കെ ആദ്യം പഠിക്കുമ്പോൾ തന്നെ പഠിക്കാറുണ്ട് ക്യാപിറ്റലൈസേഷൻ, ഓവർ ക്യാപിറ്റലൈസേഷൻ, അണ്ടർ ക്യാപിറ്റലൈസേഷൻ എന്നൊക്കെ പറയുന്നുണ്ട്. ക്യാപിറ്റൽ ഇല്ലായ്മ വന്നു കഴിഞ്ഞാലും ക്യാപിറ്റൽ കൂടുതലായിക്കഴിഞ്ഞാലും ബിസിനസ്സിന് അഡ്വേഴ്സ് എഫക്റ്റ് ഉണ്ടാവുക അല്ലേ, ശരിയായിട്ടുള്ള റിസൾട്ട് അല്ലേ ഉണ്ടാവുക. കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രോഫിറ്റബിലിറ്റി കുറയാനായിട്ട് അത് കാരണമാവും. കാരണം 10 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തു, പക്ഷേ 5 ലക്ഷത്തിൻ്റെ പ്രോസസ്സ് മാത്രമേ നടക്കുന്നുള്ളൂ. അവിടെ 5 ലക്ഷത്തിൻ്റെ റോ മെറ്റീരിയൽസ് അവിടെ വെറുതെ എടുക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് അവിടെ കോസ്റ്റ് കൂടുകയാണ്. കോസ്റ്റ് കൂടുമ്പോൾ അവിടെ എന്ത് കുറയും, പ്രോഫിറ്റബിലിറ്റി കുറയാനായിട്ട് കാരണമാവും ഇല്ലേ. അപ്പോൾ അവിടെ ശരിയായിട്ടുള്ള രീതിയിലുള്ള കറക്റ്റായിട്ടുള്ള രീതിയിലുള്ള ഒരു മെറ്റീരിയൽ റിക്വയർമെൻറ്റ് പ്ലാൻ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ മെറ്റീരിയൽ റിക്വയർമെൻറ്റ് പ്ലാനിങ് ഈസ് എ സിമ്പിൾ സിസ്റ്റം ഓഫ് കാൽക്കുലേറ്റിംഗ് അരിത്തമെറ്റിക്കലി, വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. അരിത്തമെറ്റിക്കലി ദ റിക്വയർമെൻറ്റ് ഓഫ് ദ ഇൻപുട്ട് മെറ്റീരിയൽസ് അറ്റ് എ ഡിഫറെൻറ്റ് പോയിൻ്റ് ഓഫ് ദ ബേസ്ഡ് ഓൺ ആക്ച്വൽ പ്രൊഡക്ഷൻ പ്ലാൻ. It can be defined as planning and scheduling system to meet time-phased materials requirement of production operation. MRP always tries to meet the delivery schedule of the end product as specified in the master production schedule. Next one is material requirement planning software package compute the parts requirement and prepares production and procurement schedules. It is typically used to manufacturing settings where the demand of many of the components and sub-assemblies depends upon the demand. However, demand for components used to manufacture and items depends upon the demand of the end times. Material requisition planning is not useful for job shop or continuous process that are highly linked. ഇവിടെ മെറ്റീരിയൽ റിക്വയർമെൻറ്റ് പ്ലാനിങ് സൊല്യൂഷൻ ഇൻക്ലൂഡ്സ് മൊഡ്യൂൾസ് ഫോർ ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ്, പ്രൊഡക്ഷൻ ഡെഫിനിഷൻ, കോസ്റ്റിംഗ്, മാസ്റ്റർ ഷെഡ്യൂളിംഗ് ആൻഡ് മെറ്റീരിയൽസ് റിക്വയർമെൻറ്റ് പ്ലാനിങ്, കപ്പാസിറ്റി പ്ലാനിങ്, വർക്ക് ഓർഡർ മാനേജ്മെൻറ്റ്, purchase order management, sales order management, transportation and sales analysis. Material requirement planning software can also include full accounting package if desired. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണെന്ന് പറഞ്ഞു, that is in brief material requirement planning solutions includes modules for inventory management. അതായത് മെറ്റീരിയൽ റിക്വസിഷൻ പ്ലാനിങ്ങിൽ എന്തൊക്കെയാണ് അതിൽ അടങ്ങിയിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ that is inventory management, production inventory management, master scheduling and material capacity planning, work order management, purchase order management, sales order management, transportation and sales analysis,
transportation and sales analysis, etc. അതായത് മെറ്റീരിയൽ റിക്വയർമെൻറ്റ് പ്ലാനിങ് എന്ന് പറയുമ്പോൾ നമ്മളവിടെ എത്രമാത്രം മെറ്റീരിയൽസ് നമുക്ക് ആവശ്യമുണ്ട് എന്ന് പ്ലാൻ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് മെറ്റീരിയൽ റിക്വയർമെൻറ്റ് പ്ലാനിങ് എന്ന് പറയുന്നത്. ദറ്റ് ഈസ് അതിലടങ്ങിയിരിക്കുന്നത് ഇൻവെൻട്രി മാനേജ്മെൻറ്റ്, കപ്പാസിറ്റി പ്ലാനിങ്, വർക്ക് ഓർഡർ മാനേജ്മെൻറ്റ്, പർച്ചേസ് ഓർഡർ മാനേജ്മെൻറ്റ്, സെയിൽസ് ഓർഡർ മാനേജ്മെൻറ്റ്, ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് സെയിൽസ് അനാലിസിസ്. Then MRP is concerned with both production scheduling and inventory scheduling. അതായത് MRP എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ഷെഡ്യൂളുമായിട്ട് റിലേറ്റഡ് ആണ്. അതേസമയം തന്നെ ഇൻവെൻട്രി കൺട്രോളിങ്ങുമായിട്ട് ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ളതാണ് ഇത് മെറ്റീരിയൽ റിക്വയർമെൻറ്റ് പ്ലാനിങ് എന്ന് പറയുന്നത്. മെറ്റീരിയൽ റിക്വയർമെൻറ്റ് പ്ലാനിങ് ഈസ് എ കൺട്രോളിങ് സിസ്റ്റം ദാറ്റ് ട്രൈസ് ടു കീപ്പ് ആഡ്വക്കേറ്റ് ഇൻവെൻട്രി ലെവൽ. അതൊരു കൺട്രോളിങ് സിസ്റ്റമാണ്. മെറ്റീരിയൽ റിക്വയർമെൻറ്റ് പ്ലാനിങ് ഈസ് എ കൺട്രോളിങ് സിസ്റ്റം. അവിടെ എഴുതി വയ്ക്കുക, നോട്ട് ചെയ്ത് വയ്ക്കുക. മെറ്റീരിയൽ MRP മെറ്റീരിയൽ റിക്വയർമെൻറ്റ് പ്ലാനിങ് ഈസ് എ കൺട്രോളിങ് സിസ്റ്റം ദാറ്റ് ട്രൈസ് ടു കീപ്പ് ആഡ്വക്കേറ്റ് ഇൻവെൻട്രി ലെവൽസ് and to assure that required materials are available as and when needed. എപ്പോഴാണ് നമുക്ക് ആവശ്യമുള്ളത് ചോദിച്ചാൽ അതിനനുസരിച്ച് മെറ്റീരിയൽസിൻ്റെ ലഭ്യത, അവൈലബിലിറ്റി എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ടിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. മെറ്റീരിയൽ റിക്വയർമെൻറ്റ്സ് പ്ലാനിങ് ഈസ് സിമ്പിൾ സിസ്റ്റം ഓഫ് കാൽക്കുലേറ്റിംഗ് അരിത്മെറ്റിക്കലി ആൻഡ് റിക്വയർമെൻറ്റ് ഓഫ് ദ ഇൻപുട്ട് മെറ്റീരിയൽസ് അറ്റ് ഡിഫറെൻറ്റ് പോയിൻറ്റ്സ് ഓഫ് ദ ടൈം ബേസ്ഡ് ഓൺ ആക്ച്വൽ പ്രൊഡക്ഷൻ പ്ലാൻ. ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് പ്ലാനിങ് ആൻഡ് ഷെഡ്യൂളിംഗ് സിസ്റ്റം ടു മീറ്റ് ടൈം ഫേസ്ഡ് മെറ്റീരിയൽ റിക്വയർമെൻറ്റ് ഫോർ പ്രൊഡക്ഷൻ ഓപ്പറേഷൻ. ദെൻ അതിൽ തന്നെ നെക്സ്റ്റ് വൺ ഈസ് ഹിസ്റ്ററി ഓഫ് MRP യുമായി ബന്ധപ്പെട്ടുള്ള ഹിസ്റ്ററി നമുക്ക് എന്തൊക്കെയാണ് നമുക്കതുമായി ബന്ധപ്പെട്ട് പറയാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ്. പ്രയർ മെറ്റീരിയൽ റിക്വയർമെൻറ്റ് പ്ലാനിങ് ആൻഡ് ബിഫോർ കമ്പ്യൂട്ടേഴ്സ് ഡൊമിനേറ്റഡ് ഇൻഡസ്ട്രി, റീഓർഡർ പോയിൻറ്റ്, റീഓർഡർ ക്വാണ്ടിറ്റി, type method like economic order quantity has been used in manufacturing and inventory management. അതായത് കമ്പ്യൂട്ടറിൻ്റെയൊക്കെ ആവിർഭാവത്തിന് മുൻകാലഘട്ടങ്ങളിൽ നമ്മൾ ഉപയോഗിച്ചിരുന്നത് റീഓർഡർ പോയിൻ്റ്, റീഓർഡർ ക്വാണ്ടിറ്റി, ടൈപ്പ് ഓഫ് എക്കണോമിക് ഓർഡർ EOQ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ഹാഡ് ബീൻ യൂസ്ഡ് ഇൻ ദ മാനുഫാക്ചറിങ് ആൻഡ് ഇൻവെൻട്രി മാനേജ്മെൻറ്റ്. ദ ഫസ്റ്റ് MRP സിസ്റ്റം ഓഫ് ഇൻവെൻട്രി മാനേജ്മെൻറ്റ് ഇൻവോൾവ് ഇൻ 1940 ആൻഡ് 1950. 1940, 1950 കാലഘട്ടങ്ങളിലാണ് ഫസ്റ്റ് MRP സിസ്റ്റം ഓഫ് ഇൻവെൻട്രി മാനേജ്മെൻറ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. The used in mainframe computers to exploit information from a bill of materials for a certain finished goods into production and purchasing plan for components. പിന്നെ 1964 ആസ് എ റെസ്പോൺസ് ടു ദ ടൊയോട്ട മാനുഫാക്ചറിംഗ് പ്രോഗ്രാം ജോസഫ് ഓർലിക്കി ഡെവലപ്ഡ് മെറ്റീരിയൽ റിക്വയർമെൻറ്റ് പ്ലാനിങ്. ജോസഫ് ഓർലിക്കി ഡെവലപ്ഡ് എന്ത് മെറ്റീരിയൽ റിക്വയർമെൻറ്റ് പ്ലാനിങ്. The first company to use MRP was Black and Decker in 1964. 64 ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ജോസഫ് ഓർലിക്കിയാണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് കമ്പനി എന്ന് പറയുന്നത് ബ്ലാക്ക് ആൻഡ് ഡെക്കർ ഇൻ 1964. ഇൻ 1983 ഒലിവർ വെയ്റ്റ് ഡെവലപ്ഡ് MRP ടു മാനുഫാക്ചറിംഗ് റിസോഴ്സ് പ്ലാനിങ്. ശരിക്കും ഈ MRPയുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ MRP is designed to answer 3 questions. ഏതൊക്കെയാണ് ആ 3 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്? നെയിംലി വാട്ട് ഈസ് നീഡഡ്, എന്താണ് ആവശ്യം, ദെൻ ഹൗ മച്ച് ഈസ് നീഡഡ്, എത്രമാത്രം, അതായത് ഹൗ മച്ച് എത്രയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത്, എത്ര ക്വാണ്ടിറ്റിയാണ്, ഹൗ മച്ച് ഇറ്റ് ഈസ് നീഡഡ്, ആൻഡ് വേർ ഈസ് നീഡഡ്, എവിടെയാണ് ആവശ്യം എന്നൊക്കെ പറയുന്ന ഈ ചോദ്യങ്ങൾക്കുള്ളൊരു ആൻസറാണ് മെറ്റീരിയൽ റിക്വയർമെൻറ്റ് പ്ലാനിങ് എന്ന് പറയുന്നത്. ദ മെയിൻ ഗോൾ ഓഫ് മെറ്റീരിയൽ റിക്വയർമെൻറ്റ് പ്ലാനിങ് ഈസ് ടു സപ്ലൈ ഇൻഫർമേഷൻ ദാറ്റ് വിൽ എനേബിൾ ദ കമ്പനി ടു ഹാവ് ഇനഫ് ഇൻവെൻട്രീസ് ടു ഹാൻഡ് ടു ഫുൾഫിൽ ഡിമാൻഡ്. A good MRP program can provide the basic needs or keeping inventory levels and to fulfilling customer expectation for on time delivery. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇതിനെക്കുറിച്ച് പറയുന്നത്. A good MRP program can provide the basic needs of keeping inventory levels low and fulfilling customer expectations for on time delivery. Then next topic is what are the objectives of material requirement planning? What are the objectives of material requirement planning?
ഒബ്ജക്റ്റീവ്സ് ഓഫ് മെറ്റീരിയൽ റിക്വയർമെൻറ്റ് പ്ലാനിങ്. ഇങ്ങനെ മെറ്റീരിയൽ റിക്വയർമെൻറ്റ് പ്ലാനിങ്ങിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ്? ദാറ്റ് ഈസ് റിഡക്ഷൻ ഇൻ ഇൻവെൻറ്ററി കോസ്റ്റ്. കോസ്റ്റ് റിഡ്യൂസ് ചെയ്യാനായിട്ട്, ഇൻവെൻറ്ററി കോസ്റ്റ് റിഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കണം എന്നുള്ളതാണ്. That is, MRP tries to avoid the cost of excessive inventory by providing the right quantity of material at the right time to meet master production schedule. Meeting delivery schedule. അപ്പോൾ reduce inventory cost. First objective എന്ന് പറയുന്നത് reduce inventory cost. That is, reduce ഇൻവെൻറ്ററി കോസ്റ്റ് റിഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കണം എന്നുള്ളതാണ്. ദെൻ റിഡക്ഷൻ ഇൻ ഇൻവെൻറ്ററി കോസ്റ്റ്. ദെൻ MRP tries to avoid the cost of excessive inventory by providing the right quantity of material at the right time to meet master production schedule. Second one is meeting delivery schedule. Meeting delivery schedule that is, MRP helps to avoid delays in production by minimizing delays in material procurement and production decision making. Thus it is able to meet delivery schedule without fail. Then third point is improved performance. That is, by minimizing unplanned interruptions and streamlining the production operations, MRP focuses on having all components available at the right place, at the right quantity, at the right time. Improved performance. Then third point is improved performance. Improved performance. What are the main objectives of MRP? That is, reduce inventory cost. Second one is meeting delivery schedule. Improved performance. That is, improved performance by minimizing unplanned interruptions and streamlining the production operations, MRP focus on having all components available at the right place, at the right quantity, at the right time. Performance improve ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്ന് പറയുമ്പോൾ MRP ഉള്ളതുകൊണ്ട് ശരിയായിട്ടുള്ള റോ മെറ്റീരിയൽസ് ശരിയായിട്ടുള്ള സമയത്ത് അതിൻ്റെ അവൈലബിലിറ്റി എൻഷുർ ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്ന് പറയുന്നതാണ്. അപ്പോൾ MRP കൊണ്ട് നമുക്ക് എന്താണ് ഉണ്ടാകാവുന്ന ലക്ഷ്യം, എന്താണ് നേട്ടം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വൺ ഈസ് റിഡ്യൂസ് ഇൻവെൻറ്ററി കോസ്റ്റ് റിഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. മീറ്റിംഗ് ഡെലിവറി ഷെഡ്യൂൾ. MRP helps to avoid delays in production and minimizing delays in material procurement. അതായത് മീറ്റിംഗ് ഡെലിവറി ഷെഡ്യൂൾ എന്ന് പറയുമ്പോൾ സാധനങ്ങൾ നമുക്ക് കസ്റ്റമേഴ്സിന് കൊടുക്കേണ്ടതുണ്ട്. ആ കൊടുക്കുന്ന കേസുകളിലൊന്നും തന്നെ ഒരു ഡിലേയും ഇല്ലാതെ നമുക്കത് മീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ MRP helps to avoid delays in production by minimizing delays in material procurement and production decision making, thus it unable to meet delivery schedules. വളരെ കറക്റ്റായിട്ട് നമുക്ക് ഡെലിവറി നടത്താനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. തേർഡ് വൺ ഈസ് ഇംപ്രൂവ്ഡ് പെർഫോമൻസ് മാക്സിമൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ബൈ മിനിമൈസിങ് അൺപ്ലാൻഡ് ഇൻറ്ററപ്ഷൻസ് ആൻഡ് സ്ട്രീംലൈനിങ് ദ പ്രൊഡക്ഷൻ ഓപ്പറേഷൻസ്, MRP ഫോക്കസസ് ഓൺ ഹാവിങ് ഓൾ കമ്പോണൻറ്റ്സ് അവൈലബിൾ അറ്റ് റൈറ്റ് പ്ലേസ്, അറ്റ് റൈറ്റ് ക്വാണ്ടിറ്റി, അറ്റ് റൈറ്റ് ടൈം. ഇത്രയാണ് അതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുത്തിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഏതൊക്കെയാണ്? വാട്ട് ഈസ് മെൻ ബൈ മെറ്റീരിയൽ റിക്വയർമെൻറ്റ് പ്ലാനിങ്, എന്താണ് MRP, ഹിസ്റ്ററി ഓഫ് MRP, മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് MRP, അതുപോലെ തന്നെ അതിൻ്റെ മുൻപ് നമ്മൾ പറഞ്ഞിരുന്ന മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് പ്രിൻസിപ്പിൾസ് കൂടി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. താങ്ക് യു ആൾ.